അങ്ങനെ വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ലുക്ക് കണ്ട ഈ ഒരു ഞങ്ങൾ ഫുള്ള് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇപ്പം കണ്ട പെർഫെക്റ്റ് വർക്കിംഗ്. ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ പണിയാതെ വെച്ചപ്പോൾ കുറച്ച് ദിവസമായിരുന്നു. എൻ്റെ കൊച്ചൊരു ഷോർട്സ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പം യൂട്യൂബിൽ കാണുന്നവർക്ക് ഒരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ MTയുടെ ത്രോട്ടിൽ കേബിൾ ഫുള്ളാക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ MTയുടെ ഒന്നാമത്തെ ആക്കാൻ തന്നെ കാര്യം ഞാൻ കസ്റ്റമായിട്ട് കിറ്റ് പണിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ NS നിൽക്കുന്ന സൈഡിൽ കൂടെ. അപ്പോൾ അത് നമ്മളെ ടാങ്കിൽ തട്ടുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് നമ്മൾ MTയുടെ ത്രോട്ടിൽ കേബിൾ ആക്കിയിട്ടുണ്ട്. ത്രോട്ടിൽ കേബിൾ ആക്കിയെന്ന് വെച്ചാൽ നമുക്കിത് ഡയറക്റ്റ് സ്യൂട്ടൊന്നും അല്ല, നമ്മൾ സ്യൂട്ടാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഹാൻഡിലൊന്ന് ബെൻഡായത് മുമ്പൊരു പണിയുന്നതിൻ്റെ ഒരു 2-3 ആഴ്ച മുമ്പ് ഹാൻഡിൽ ബെൻഡായി ഇരുന്നതായിരുന്നു. അപ്പം ആ ഹാൻഡിലൊന്ന് മാറണം. ഹാൻഡിൽ നമ്മൾ പേടിച്ചിട്ടുണ്ട്. നമ്മളെടുത്തേക്കെന്ന് വെച്ചാൽ ഡ്യൂക്കിനെയാണ്. ഡ്യൂക്ക് 390യുടെ ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ മുമ്പ് ഇരുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്യൂക്ക് 200 ഹാൻഡിലാണ് ഇരുന്നത്. ഇപ്പോൾ നമ്മൾ 390യിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ വൈഡ് കൂടും. അപ്പം എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. MTയുടെ സ്വിച്ചും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്ന ഒരു കൊച്ചൊരു വീഡിയോ ആണെങ്കിൽ ഇന്ന് ഇപ്പം തന്നെ 4 മണി, ഇന്നൊരു 7 മണിക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം സെറ്റ് ചെയ്യുന്ന എല്ലാം കൂടെ കാണിച്ച് ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തോ. പിന്നെ ലൈക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. എനിക്ക് എന്നാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കും. ജസ്റ്റ് നമുക്ക് നേരെ വീഡിയോയിലേക്കും. ശരി എന്നാൽ ഗൈസ്, നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാൻഡിലിനകത്ത് ഹോളുണ്ടോ, ഹോളിടാൻ ഡ്രില്ലൊക്കെ സെറ്റാക്കി വെച്ചു. ഹോൾ ഇടുന്നതിന് മുമ്പ് നമുക്ക് ഈ മാർക്ക് ചെയ്തെടുക്കണം. പക്ഷേ ഇതിപ്പം കുറച്ച് പുറത്തോട്ട് തെളിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് അകത്തോട്ട് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഹോളിട്ട് സെറ്റാക്കി. ഹോളിടാൻ നമുക്കെന്ന് വെച്ചാൽ ഇത് നമ്മൾ കസ്റ്റമർ മുമ്പ് നമുക്ക് മാറി തരുന്നത് MTയുടെ ഹാൻഡിൽ തന്നെ. അപ്പം ഈ സൈഡിൽ ഹോൾ കറക്റ്റ് നമുക്ക് ഇത് കണക്ക് തന്നെ സെറ്റാക്കിയിടണം. ഈ 2 ഹോൾ ഇവിടെ സെറ്റാക്കണം. എന്നാൽ ഇത് ഡയറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹാൻഡിൽ ഊരിയെടുത്ത് ഈ ഹോളൊന്ന് നമ്മൾ പുതിയ ഹാൻഡിലേക്കാണ് ഹോളുണ്ട്. അപ്പോൾ ഇതൊന്ന് ഹോളിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളെ പരിപാടി ജസ്റ്റ് നമ്മൾ ഹാൻഡിലൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഹാൻഡിൽ റിമൂവ് ചെയ്യുന്ന ജസ്റ്റ് നമുക്ക് ടൈം ലാപ്പ് ഇട്ട് സെറ്റാക്കാം. ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യുക. ഹാൻഡിൽ റിമൂവ് ചെയ്ത് ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ഹാൻഡിലിൻ്റെ അളവിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഹോൾ അടിച്ചെടുക്കണം. ഇനി അതൊന്ന് ഹോൾ അടിക്കുന്ന മാർക്ക് ചെയ്തിട്ട് അതിന് വേണം ചെറിയ ടൈം ലാപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. പിന്നെ നമ്മളെല്ലാം സെറ്റ് അഴിച്ചെടുത്തുണ്ട്. ഇത് ഫുൾ അഴിച്ച് നമ്മൾ പിന്നെ നമുക്ക് സെറ്റ് ആണെന്ന് വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതൊരു ക്ലീൻ ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് എനിക്കൊരു വർക്ക് വന്നായിരുന്നു. നമ്മൾ ഈ NSൻ്റെ ഡോമിൻ്റെ അകത്ത് എൻഡോർ വെച്ചാൽ NSൻ്റെ ഡോമിൻ്റെ അകത്ത് ഡോമിൻ്റെ ഹെഡ് സെറ്റാക്കി ജസ്റ്റ് നല്ല അടിപൊളി ഒരു പിക്സിലെ വർക്കുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ സെറ്റായിട്ട് കാണിച്ചു തരാം. ഗൈസ്, പുതിയൊരു വീഡിയോ ആണ്. പുതിയ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതൊന്നും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് ജസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് കണ്ട നമുക്കൊരു വർക്കിന് വന്ന ഹെഡാണ്. വർക്കിന് വന്നു വെച്ചാൽ നമ്മൾ ഡോമിൻ്റെ ഹെഡ് കസ്റ്റമർ ഡോമിൻ്റെ ഹെഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളെടുത്ത് ഡോമിൻ്റെ ഹെഡ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തിട്ട് പിന്നെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രോ ഒരു വെറൈറ്റിക്ക് രീതി DRL ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്യുന്നത് നമ്മളിപ്പോൾ നോർമൽ എല്ലാവരും ചെയ്യുന്നത് ഈ സൈഡിൽ കൂടി ഇങ്ങനെ താഴോട്ടാണ്. അപ്പോൾ കസ്റ്റമർ ഇങ്ങനെ ബ്രോ വെറൈറ്റി രീതി ഒരു ഐ കണക്ക് നമുക്ക് സെറ്റാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ ടൈം വേണോ. അപ്പം നമ്മൾ അങ്ങനെ സെറ്റാക്കി എടുത്ത ഹെഡാണ് കണ്ടത്. നമ്മൾ 2 ഐ കണക്ക് സെറ്റാക്കി എടുത്ത് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണക്ക് ഏതെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനൽ എന്താ വെച്ചാൽ ഫുൾ വീഡിയോ എടുക്കണേ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ഫുള്ളായിട്ട് സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്. ഇത് പക്ഷേ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്ക് പെട്ടെന്ന് വന്ന വർക്കാണ്. നമ്മൾ വീഡിയോസ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ DM ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്കുണ്ട് ജസ്റ്റ് ഒന്ന് DM ചെയ്ത് നമുക്ക് പവറാക്കാം. അപ്പം ശരിയെന്നാൽ അങ്ങനെ വണ്ടി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ലുക്ക് കണ്ട ഈ ഒരു നൈറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് കിടിലമായിരിക്കും. ഇപ്പം നമ്മൾ റെഡ് ബ്രോ ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നു. ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ മൊബൈൽ കൺട്രോൾ ഇപ്പോൾ നോർമൽ എല്ലാവരും കാണിക്കുന്ന രീതിയിൽ തന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരാമത്തേനാണ്ട് റണ്ണിങ് DRL ആയതുകൊണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഏതെങ്കിലും വർക്കൊക്കെ ഉണ്ട് നമ്മളെ പേജ് വെച്ച് ജസ്റ്റ് DM ചെയ്ത് നമുക്ക് പവറാക്കാം. ശരി എന്നാൽ അങ്ങനെ ഫുള്ള് വർക്ക് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ സ്വിച്ചും എല്ലാം കണ്ടോ ഇപ്പം നൈസ് വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഡയറക്റ്റ് സ്യൂട്ടാണോന്ന് എല്ലാവരും ചെയ്യും. പക്ഷേ ഡയറക്റ്റ് സ്യൂട്ടല്ല ഇത്. നമ്മളെ MTയുടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ നമ്മൾ ഇത് കണ്ട
ഇപ്പോൾ നിങ്ങൾക്ക് ഇരുട്ടായിട്ട് കാണാൻ പറ്റും. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേബിളാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ട്. പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേബിൾ ഇട്ടിട്ട് പിന്നെ NSൻ്റെ സ്റ്റോക്ക് ഒരു സംഭവം യൂസ് ചെയ്തു. സ്റ്റോക്ക് ആക്സിലേറ്റർ കേബിളിലൂടെ ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു സംഭവം വരുന്നത് വെച്ചാൽ നമ്മളെ ലോക്ക് അതുണ്ടെങ്കിൽ നമ്മൾ പറ്റത്ത അത്. എന്നിട്ട് നമ്മളിവിടെ സ്റ്റോക്ക് കേബിൾ എന്ന് വെച്ചാൽ MDയുടെ സ്റ്റോക്ക് കേബിൾ കട്ട് ചെയ്തിട്ട് മറ്റേ NSൻ്റെ സ്റ്റോക്കായിട്ട് വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ടേപ്പ് ചെയ്ത് വയർ ടൈ ഇട്ട് സെറ്റാക്കി വയറൊക്കെ ചെയ്ത് ഒതുക്കി വെച്ച് ടൈ ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചേക്കും. എന്നാൽ മാത്രമേ നമ്മളെ കറക്റ്റ് വർക്കിംഗ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാൽ ഡയറക്റ്റ് സൂട്ടൊന്നും അല്ല, അത് നമ്മൾ കറക്റ്റ് വയറിംഗ് ഒക്കെ ചെയ്ത് ഓക്കെ ആക്കി വെച്ചേക്കും. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പം എൻജിൻ ഓഫ് ആക്കണമെന്ന് എടുക്കത്തില്ല. കണ്ട ഇനി ഓണാക്കുക, ജസ്റ്റ് ഒന്ന് ന്യൂട്രാകണം സംഭവം. ന്യൂട്രാക്കിയിട്ട് ഇപ്പം ന്യൂട്രാക്കിയിട്ടുണ്ടല്ലോ. കണ്ട നമ്മൾ കറക്റ്റ് വർക്കിംഗ് ആണ്. നോക്കിയതാ ഇപ്പം നമ്മൾ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. കണ്ട അപ്പോൾ നമ്മളെ സാധനം കറക്റ്റ് വർക്കിംഗ് ആയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ച് കൊച്ചൊരു വീഡിയോ ആയിരിക്കും, 1 മിനിറ്റ് ഒരു 3-4 മിനിറ്റേ കാണത്തുള്ളൂ. പക്ഷേ ഇത് ചെയ്തെടുക്കാൻ ഒരു 2-3 മണിക്കൂർ എടുത്താണ് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത്. ആദ്യമേ സ്റ്റോക്ക് കേബിൾ മേടിച്ചുകൊണ്ട് വന്ന് സ്യൂട്ടാവുമോ നോക്കി, അത് സ്യൂട്ടല്ല, കേബിളിന് ലെങ്ത് കുറവാണ്. അപ്പോൾ നമ്മൾ പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേബിൾ ഇട്ട് സെറ്റാക്കി എടുത്തേക്കുക. ഇനി എൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് 30 രൂപയ്ക്കകത്ത് ആക്സിലേറ്റർ കേബിളിൻ്റെ പരിപാടി ചെയ്യുന്നത് വെച്ചാൽ പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേബിളിന് 30, 35, 40 രൂപയ്ക്കകത്ത് വിലയുള്ളൂ. അപ്പം എൻ്റെ പരിപാടി 40 രൂപയ്ക്കകത്ത് ഒതുങ്ങും. അപ്പം ഇതൊരു ബഡ്ജറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് വെച്ചാൽ ലോങ് ലൈഫ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. 40 രൂപ എപ്പോൾ പൊട്ടിയാലും നമുക്ക് മാറാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പെയർ എപ്പോഴും പെട്രോൾ ഓട്ടോറിക്ഷ കേബിൾ നമ്മൾ സ്പെയർ കരുതിക്കണം. വെച്ചാൽ നൈസ് കേബിളാണ്. നൈസ് കേബിളായതുകൊണ്ട് ഏത് സമയം പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ എന്താണ് ഫുള്ള് ചെളിയാണ്. ഇതാ നമ്മളെ എഞ്ചിൻ്റെ ഹെഡ് ഫുള്ള് ചെളി, ഇതാ ഇവിടെ ഫുള്ള് ചെളി. ഇത് അടിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ വില്ലൻ എന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂക്ക് 250യുടെ മൾഗാണ് എൻ്റെ വില്ലൻ. ഇത് വെച്ചോണ്ട് നമുക്കിപ്പോൾ ചെളിയില്ല. ഇത് വെക്കുന്നതിന് മുമ്പ് അടിച്ചിരുന്ന ചെളി ഫുള്ള് കട്ടയായിരിക്കണം. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ചെളിയില്ല. ഇത് എക്സ്റ്റെഞ്ചറാണ്, ചെളി അടിക്കാതിരിക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് തിരിച്ച് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ശരി എന്നാൽ ഗൈസ്, നമ്മൾ ഫുൾ അങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്ത് എല്ലാ വർക്കും തീരുന്ന നൈറ്റാണ്. അതുപോലെ ഇതും നൈറ്റ് ആയിട്ടുണ്ട് വർക്ക് തീരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ വണ്ടിയുടെ അപ്ഡേറ്റ് ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ വർക്കെല്ലാം ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പെയിൻറ്റ് ചെയ്ത് ഉടനെ സാധനം കിട്ടുന്നതായിരിക്കും. പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ഉടനെ നമുക്ക് ബാക്കിലായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ സംഭവങ്ങൾ കണ്ട ഫുൾ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ആ മറ്റൊരു വണ്ടി DR, അപ്പോൾ അതാണെങ്കിൽ DR വർക്കൊക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മളായിട്ട് DM ഞങ്ങൾക്ക് പവർ ആക്കാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ശരി എന്നാൽ ഇത് കണക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം.